കുറച്ചധികം രസകരമായിട്ട് തോന്നിയ ഇപ്പോഴും ഞാൻ പറയാണ്, വീഡിയോസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല, ആരുടെയും വീഡിയോസ് ഞാൻ കണ്ടിട്ടില്ല. ഒരു 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 പെങ്കൊച്ചിൻ്റെ വീഡിയോ ഞാൻ കണ്ടു. എന്തറിഞ്ഞിട്ടാണാവോ ഇങ്ങനെ കിടന്ന് തുളവർക്കുന്നതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമസ്കാരം. നാം വയ്യാണ്ട് കിടക്കുകയായിരുന്നു, ചെറിയ പനിയുടെ അസ്കിത. അപ്പം ഇങ്ങനെ കിടക്കുന്ന സമയത്ത് യൂട്യൂബ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോഴാണ് നീരജ് അമ്മൂസിൻ്റെ യൂട്യൂബ് ചാനലിൽ പുതിയൊരു വീഡിയോ കാണാനിടയായി. അതിൽ നാം അതിൻ്റെ വീഡിയോൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോകുന്നുണ്ട്. എൻ്റെ പേര് പറഞ്ഞിട്ടില്ല, പക്ഷെ എനിക്കറിയാമല്ലോ എനിക്കുള്ള പന്താണ്. അപ്പോൾ പന്ത് ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട്, ഞാനത് അതുപോലെ സ്വീകരിച്ചു. ഇനി ഇതേ പന്ത് ഞാൻ തിരിച്ച് അങ്ങോട്ട് അടിക്കണമല്ലോ, കാരണം ഒരു സൈഡിൽ മാത്രം പന്ത് പോരെയല്ലോ. അപ്പം അതിനു വേണ്ടി എടുക്കുന്ന വീഡിയോ ആണ്. അധികം വലിച്ചു വാരി പോകുന്നില്ല, നമുക്ക് വേഗം വീഡിയോയിലോട്ട് കടക്കാം. 45 മിനിറ്റും 3 സെക്കൻഡും നീണ്ടു നിൽക്കുന്ന ഈ വലിയ പരമ്പരയിലോട്ട് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വളരെ വേണ്ടപ്പെട്ട കുറച്ച് പീസുകൾ മാത്രം എടുത്താണ് നാം ഇവിടെ സംസാരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇത് പരമ്പരയിലുപരി എന്താ പറയുക, നമ്മുടെ ചന്ദനമഴ സീരിയൽ പോലെ നീണ്ട എപ്പിസോഡിലോട്ട് പോകും. അതുകൊണ്ട് നമുക്ക് വേഗം ചുടേറിയ വിഷയത്തിലോട്ട് പോകാം. ഒരു പെങ്കൊച്ചിന്റെ വീഡിയോ ഞാൻ കണ്ടു. എന്തറിഞ്ഞിട്ടാണാവോ ഇങ്ങനെ കിടന്ന് തുളവർക്കുന്നതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെ തൊള്ള തുറക്കുന്നത് എന്ന് ചോദിച്ച ആൾക്കാരോട് ഇതെന്നെയാണ് പറഞ്ഞത്. കാരണം മനസ്സിലാക്കാൻ ഞാൻ 3 നേരം അരിയാഹാരം കഴിക്കുന്ന ആളാണ്. എന്തറിഞ്ഞിട്ടാണ് ഇവള് പറഞ്ഞത് എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ കാര്യത്തിൽ ഞാൻ 100% കോൺഫിഡൻ്റ് ആണ്. ഞാൻ ഒരു കാര്യവും വായെ തോന്നിയത് ഞാൻ എൻ്റെ വീഡിയോയിൽ വിളിച്ച് പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യത്തിനും അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ സബ്മിറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാൻ ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞത്. അല്ലാണ്ട് വേണ്ടാത്ത കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. നീരജ് അമ്മൂസ് ഒരു ഇൻഫ്ലുവൻസറാണ്, സത്യമല്ലേ? രണ്ടാമത്തത്, ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ നിങ്ങളുടെ സ്റ്റാറ്റസും സ്റ്റോറിയും ഉണ്ടാവുമ്പോൾ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് വേണം, ശരിയല്ലേ? വേണ്ടാത്ത ഒരു സ്റ്റാറ്റസ് ഇട്ടിട്ടല്ലേ 8 ആൾക്കാരുടെ കയ്യിൽ നിന്ന് 15 ലക്ഷം രൂപയിൽ ഉപരി നിങ്ങൾ കൊണ്ടുപോയി കളഞ്ഞത്? അതിലെന്ത് തെറ്റാണ് ഞാൻ പറഞ്ഞതിലുള്ളത്? ആൻഡ് മൂന്നാമത്തെ ഒരു കാര്യം, ചാറ്റ് ഞാൻ നീരജ എന്ന് പറയുന്ന ഇൻഫ്ലുവൻസറിന്റെ ചാറ്റാണ് വെച്ചത്, അല്ലാണ്ട് എൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് മെസ്സേജ് അയപ്പിച്ച സാധനമല്ല ഞാൻ അതിൽ കൊണ്ടുപോയി ഇട്ടിട്ടുള്ളത്. എൻ്റെ വീഡിയോയിൽ ഞാൻ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ടും സത്യമാണ്, അല്ലെ ഞാൻ പറയുന്നതിൽ എനിക്ക് ബാധ്യസ്ഥയുണ്ട്. അല്ലാണ്ട് ഇല്ലാത്ത മണ്ടത്തരങ്ങൾ എൻ്റെ വീഡിയോയിൽ വന്ന് പറയേണ്ട ആവശ്യം എനിക്ക് പേഴ്സണലി ഇല്ല. ഞാൻ എല്ലാ ടോപ്പിക്കും ചെയ്യുമ്പോൾ ഞാൻ 2 ദിവസമെങ്കിലും ലേറ്റ് ആയിട്ടാണ് ഞാൻ ആ ടോപ്പിക് ഇടുക. കാരണം എനിക്കത് നോക്കി റെഫർ ചെയ്ത് അതിനെക്കുറിച്ചൊരു തിരിച്ചറിവ് ഉണ്ടാക്കിയിട്ടാണ് ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ വന്നിട്ട് പറയാം. അപ്പോൾ വായെ തോന്നിയത് പറഞ്ഞു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിനുള്ള എൻ്റെ ഒരു മറുപടി ഇതാണ്. ഇനി നിങ്ങൾക്ക് വായെ തോന്നിയത് പറഞ്ഞു എന്നേ തോന്നും, കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗം ഇങ്ങനെ ന്യായീകരിക്കണ്ടേ. നിങ്ങൾ സത്യവതിയാണ്, നിങ്ങൾ പൈസ തട്ടിയിട്ടില്ല, നിങ്ങൾ വേണ്ടാത്ത സ്റ്റാറ്റസും സ്റ്റോറിയും ഇട്ടില്ല, നിങ്ങളുടെ ഭാഗമായിട്ട് ആരുടെയും വിസ പോയിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് തെളിയിക്കണം. അപ്പം നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഓപ്പോസിറ്റിലെ വ്യക്തികളെ കുറ്റം പറയും. ഈ കുറ്റം പറയുന്നതിന് മുമ്പ് തെളിവ് സബ്മിറ്റ് ചെയ്ത് കാണിക്കുക. ഞാൻ ഇട്ട എൻ്റെ വീഡിയോ ഞാൻ മാറ്റി ചെയ്യാം, ഞാൻ ഇട്ട വീഡിയോ ഞാൻ മാറ്റി പറയാം. നിങ്ങളൊന്ന് സബ്മിറ്റ് ചെയ്യാത്തിടത്തോളം കാലം ഇങ്ങനെയേ പറയാൻ പറ്റൂ. ഓക്കെ, ഞാൻ ഈ തമാശക്ക് ചിരിച്ചതാണോ അത്? പക്ഷെ എന്താ അറിയില്ല കേട്ടോ, ആ ചിരി വലിയ രസമല്ല. എനിക്ക് മാത്രമല്ല രസമല്ലാത്തത്, ആ വീഡിയോന്റെ താഴെ ചിരിയുമായി ബന്ധപ്പെട്ടൊരു കമന്റ് ഉണ്ട്. എനിക്ക് രസകരമായിട്ട് തോന്നിയ കുറച്ച് തംബ്ലൈനുകളാണ് ഞാൻ ഫസ്റ്റ് പറയുന്നത്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് നീരജ മടങ്ങി നാട്ടിലേക്ക്. ഈ വീഡിയോ ഞാനിപ്പോൾ എടുക്കുന്നത് UK-ലിരുന്നുകൊണ്ടാണ്. ഈ നീരജയാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നാട്ടിലേക്ക് മടങ്ങിയത്. നീരജ അമ്മൂസിന്റെ ജോലി പോയി കരഞ്ഞുകൊണ്ട് നാട്ടിലേക്ക്. അങ്ങനെ അഹങ്കാരം തീർന്നു. അടുത്തത്, നീരജയെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു, ഇനി UK-ൽ കാലുകുത്താൻ പറ്റില്ല. അടുത്ത ആള്, നീരജ പെട്ടു, UK വിസ തട്ടിപ്പുകാരി അറസ്റ്റിൽ. ഇത്ര ഓക്കെ, തംബ്നെയിൽ ഈ പറഞ്ഞ തംബ്നെയിൽ ഒരു തംബ്നെയിൽ എൻ്റെതാണ്. ഞാൻ എൻ്റെ വീഡിയോകളിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, തംബ്നെയിൽ എന്ന് പറയുന്നത് എൻ്റെ വീഡിയോ മറ്റൊരു വ്യക്തി അട്രാക്റ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നൊരു സംഭവമാണ്. എന്ത് എന്ന് പറയുന്നത് ഈ തംബ്നെയിൽ. എൻ്റെ തംബ്നെയിലിൽ ഞാൻ മെൻഷൻ ചെയ്ത ഒരു കാര്യം പറഞ്ഞു. ഞാൻ തംബ്നെയിൽ ഉദ്ദേശിച്ചത്, ഇപ്പോൾ ജോലി പോയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ നാട്ടിലോട്ട് വരും. കാരണം ഇല കീറി കൊടുത്തിട്ടുണ്ടെങ്കിലൊന്നും UK പോലത്തുള്ള ഒരു രാജ്യത്ത് സർവേ ചെയ്യാൻ പറ്റില്ല. ആൻഡ് അവിടെ എന്ത് പണിയെടുക്കണമെങ്കിലും അത് അതിൻ്റെതായ ലീഗൽ ഫോർമാലിറ്റീസും അതിൻ്റെതായ ആവശ്യങ്ങളും അതിൻ്റെതായ ക്വാളിഫിക്കേഷനും ഒക്കെ വേണം.
ഇപ്പം നീ നാട്ടിൽ പോയി ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് വരിക ചെയ്യാം. ജോലി നഷ്ടപ്പെട്ട എല്ലാ മനുഷ്യനും സങ്കടം വരും. നിങ്ങൾ പിന്നെ ജനിച്ച് വളർന്നത് വളരെ പൈസക്കാരിയായിട്ടാണ്. 17 ലക്ഷം രൂപ കൊടുത്ത് അച്ഛൻ ഇങ്ങോട്ട് വിട്ടതും പൈസ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മാഡത്തിന് ചിലപ്പോൾ സങ്കടം വരുന്നുണ്ടാവില്ല. അപ്പം ഞാൻ ഈ ഒരു പെർസ്പെക്റ്റീവിലാണ് തമ്മിലിട്ടത്. അല്ലാണ്ട് വളരെ മോശമായ, വളരെ വൾഗറായിട്ടുള്ള, വളരെ വൃത്തികെട്ട തമ്മിലൊന്നും ഈ പെർട്ടിക്കുലർ വ്യക്തിനെ മെൻഷൻ ചെയ്തുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. നിങ്ങൾ ഇന്നിട്ട വീഡിയോൻ്റെ തമ്മിൽ ഇതാ, ഐ ലോസ് മൈ ജോബ്, ഇനി നാട്ടിൽ പോണം, ഫേക്ക് ന്യൂസ് സ്പ്രെഡ്, എക്സ്പ്ലെയിൻ അബൌട്ട് മൈ ജോബ്, എൻഡ് ഓഫ് ദ സ്റ്റേജ് ഇൻ മൈ ലൈഫ്. ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ചെയ്തു എന്നുള്ളൊരു സാധനം മാത്രം ഇട്ടാൽ പോരെ. സ്റ്റാർട്ടിങ്ങിൽ ഒരാൾ പെട്ടെന്ന് അട്രാക്ട് ചെയ്യാനാണ് ഐ ലോസ് മൈ ജോബ് എന്നിട്ടിട്ടുള്ളത്. എല്ലാവരും തമ്മിലിടുന്ന സമയത്ത് അവർ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവരും തമ്മിലിടുക. അതിപ്പോൾ എൻ്റെ ഒരു തമ്മിൽ മാത്രം പറയണ്ട, നിങ്ങൾ വീഡിയോ ചെയ്യുന്ന, യൂട്യൂബിൽ അത്യാവശ്യം വീഡിയോ കാണുന്ന എല്ലാവരും തമ്മിലും നിങ്ങൾ എടുത്തു നോക്ക്. സീരിയൽ കണ്ടു നോക്ക്. സീരിയലിൻ്റെ ബ്രേക്കിലൊക്കെ കാണിക്കുന്നത് ചില എപ്പിസോഡ് കാണുമ്പോൾ നമ്മളിങ്ങനെ കണ്ടിരുന്നു, പിന്നെയാണ് മനസ്സിലാവുക അത് നായകൻ്റെ സ്വപ്നമാണ്. ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്നൊരു തമ്മിലാണിത്. അനീഷ് ഒതുങ്ങിയോ? അനീഷ് എവിടെ ഒതുങ്ങാനാ? അനീഷ് ഇപ്പോഴും ബിഗ് ബോസിൽ കണ്ടന്റ് ഇട്ടുകൊണ്ട് നിൽക്കുകയാണ്. എവിടെയാണ് അനീഷ് ഒതുങ്ങിയിട്ടുള്ളത്? അപ്പോൾ നമ്മൾ ഇത്രയും പ്ലെയറായ അനീഷ് ഒതുങ്ങിയോ? അനീഷിൻ്റെ ഒരു ഫോട്ടോയും ബിഗ് ബോസിൻ്റെ ഒരു ടാഗും വന്നാൽ ചെയ്യുക. അതുപോലെ തന്നെ ബിഗ് ബോസ് റിലേറ്റ് ചെയ്ത് ഒരുപാട് കണ്ടന്റ് കണ്ടിട്ടുണ്ട്. അനുമോള് പുറത്തേക്ക്, ജിസേലിനെ ലാലേട്ടൻ ഇറക്കി വിട്ടു. ലാലേട്ടൻ വന്നിട്ട് കൂടിയില്ല. ഇപ്പം സമയം 8:06 ആയിട്ടുള്ളൂ. 1 മണിക്കൂർ കഴിയും ലാലേട്ടൻ വരാൻ. ഇപ്പം തമ്നെയിൽ എന്ന് പറയുന്നത് നമ്മൾ മാത്രമല്ല, അത് വീഡിയോൻ്റെ ഒരു ക്യാച്ചി സാധനമാണ്. ഇപ്പം എത്രയോ പേര് ഇങ്ങനത്തെ തമ്നെയിൽസ് കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. ഞാൻ വളരെ മോശമായ രീതിയിൽ നിങ്ങളെ പേഴ്സണലി ഹറാസ് ചെയ്യുന്ന രീതിയിലുള്ളൊരു തമ്നെയിലാണ് ഇട്ടതെങ്കിൽ ഫൈൻ. ഇവിടെ അതൊന്നും ഇല്ലടോ, വീഡിയോ ബേസ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. ഓക്കെ ഫൈൻ, അതൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. എന്നെ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു 2 കാര്യം എനിക്ക് പേഴ്സണലി ഇതിൽ പറയണം തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു ഭാഗം എടുത്ത് പറഞ്ഞത്. ഇനി വീഡിയോയിൽ നീരജ അമ്മൂസ് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ ഓരോ കാര്യങ്ങളുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും അതിലെ കുറച്ച് കമൻറ്റുകളും നമുക്ക് എടുത്തു നോക്കാം. യെസ്, നമ്മൾ ഒരു വീഡിയോ ഇടുന്നത് ഓഫ്കോഴ്സ് തംബ്ലൈൻ കണ്ടിട്ട് നമുക്ക് ഉള്ളിൽ ആൾക്കാർ വന്നിട്ട് ഇതെന്താണ് സംഭവം എന്നറിയാനും ഇത് ചെയ്യുവാനും. പക്ഷേ ഈ വീഡിയോ ഇടുന്ന ആൾക്കാർക്ക് പോലും എന്താണ് സംഭവം എന്നറിയില്ല. ജോലി പോയോ ഇല്ലയോ, എന്താണ് കാര്യം, എന്താണിത്? ആരോ അടിച്ചിറക്കിയ ഒരു ഫേക്ക് ലെറ്റർ. നീരജ അമ്മൂസ് ഈ ഒരു കമ്പനിയിൽ ഇനി ജോലി ചെയ്യുന്നില്ല എന്ന് ആരോ ഒരാൾ അടിച്ചിറക്കിയ ഫേക്ക് ലെറ്റർ വെച്ചിട്ട് ഇത്രയും പേരും ഒരു നെഗറ്റീവായിട്ട് കള്ളത്തരം പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇടുന്നു. ഓക്കെ, ഈ ഒരു സാധനത്തെക്കുറിച്ച് എനിക്കൊരു മറുപടി പറയാനുണ്ട്. ആ പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു വീഡിയോയും കൂടെ കാണാം. ഇവിടെ ഒരു ഉദ്ദേശിച്ചത് എനിക്ക് ജോലി പോയി, അല്ല എൻ്റെ ജോലിക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സാധനം ഫേക്ക് ലെറ്ററാണ്. ഇതിനെ കുറിച്ചിട്ട് ഒരു ബോധവും ഇല്ലാണ്ടാണ് നിങ്ങൾ തമ്മിൽ ഇട്ടിട്ടുള്ളത്, അല്ലെ നിങ്ങൾ ന്യൂസ് ഇറക്കിയിട്ടുള്ളത് എന്നാ പറയുന്നത്. ഓക്കെ, നീരജ അമ്മൂസിന്റെ ജോലി നഷ്ടപ്പെട്ടിട്ടില്ല. നീരജ അമ്മൂസ് ഇപ്പം ഇൻവെസ്റ്റിഗേഷനിലാണ്, അതായത് സസ്പെൻഷൻ. അപ്പം ഞാൻ പറയാലോ, എൻ്റെ ഹോമിന്ന് കഴിഞ്ഞ ദിവസം എന്നെ ഇൻവെസ്റ്റിഗേഷനിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇൻവെസ്റ്റിഗേഷനിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ, അതായത് കഴിഞ്ഞ ദിവസം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് നീരജയുടെ ഒരു കാര്യം ചോദിക്കാനുണ്ട്, മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ താഴെ വിളിച്ചത്. താഴെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ഫസ്റ്റ് ചോദിച്ച ചോദ്യം, നീരജ വിസ തട്ടിച്ചോ? നീരജ ഇത്രയും പേരുടെ പൈസ കള്ളിയാണോ? നീരജ വിസ ഡീൽ ചെയ്തോ? അല്ലെങ്കിൽ നിങ്ങളൊക്കെ പറയുന്ന പോലെ മീഡിയേറ്ററായിട്ട് നിന്നിട്ട് ആ പൈസ കൊണ്ടാണോ ജീവിക്കുന്നത്? ഇതൊന്നുമല്ല. എൻ്റെ അടുത്ത് ചോദിച്ചത് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു യെസ്. എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു യെസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു എന്ത് ബേസ്ഡ് ആണ്? ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ഹോബിയാണ്, ഫിറ്റ്നസ് മൈൻഡ്, അല്ലെങ്കിൽ എൻ്റെ ഹോബി റിലേറ്റഡ് ആയിട്ടാണ് ഞാൻ ചെയ്തത്. ഓക്കെ ഫൈൻ. എന്തെങ്കിലും കിട്ടിയോ? ഞാൻ പറഞ്ഞു 5ൻ്റെ പൈസ കിട്ടിയിട്ടില്ല. കറന്റ് നീരജ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരിയുടെ ജോലി നഷ്ടപ്പെട്ടിട്ടില്ല, അത് ഫേക്ക് ആയിട്ടുള്ളൊരു ന്യൂസാണ്. ഇവിടെ സംഭവിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കിനെ ഈസ് അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആള് ഓൾറെഡി ഒരു കേരള വിസയിൽ അവിടെ ജോബിന് കയറിയിട്ടുള്ള ഒരാളാണ്. ഈ കേരള വിസയ്ക്ക് കയറുന്ന ഒരു വ്യക്തി വേറൊരു പബ്ലിക് ആയിട്ടുള്ള ഒരു സംഭവത്തിൽ നിന്നും അല്ലെങ്കിൽ സ്പോർട്സ് പോലെയുള്ള കാര്യങ്ങളിൽ ആക്റ്റീവായി നിൽക്കാൻ പറ്റും, പക്ഷെ അതിൽ നിന്ന് പൈസ വാങ്ങാൻ പാടില്ല. അപ്പം അങ്ങനെ പൈസ വാങ്ങി എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ലീഗൽ ഇഷ്യൂവിൽ കൂടിയാണ് ആൾ കടന്നുകൊണ്ട് പോകുന്നത്. അല്ലാണ്ട് വേറെ ഒരു റിലേറ്റഡ് പ്രശ്നങ്ങളും ആൾ നേരിട്ടിട്ടില്ല എന്നാണ് ആളിപ്പോൾ ഇവിടെ വന്ന് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഈ ഒരു കോൺട്രവേഴ്സി അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ സംസാരിച്ചു 2 ദിവസം മുമ്പാണ്.
അപ്പോൾ ഈ 2 ദിവസത്തിനിടയിൽ ഒരു വെരിഫൈഡ് അക്കൗണ്ടിലാണ് ഇങ്ങനൊരു സാധനം വന്നിട്ടുള്ളത്. ആൻഡ് എത്രയോ ആൾക്കാർ, എൻ്റെ ഒരുപാട്, ഞാൻ MSW പഠിച്ച ആളാണ്, എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് കേരള ഹോം വിസയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എനിക്ക് 2-3 മിനിറ്റൊക്കെ ഉള്ള ഓഡിയോസ് അയച്ചിട്ട് എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട് ഈ വിസ പോലെ COS പോലെയുള്ള പരിപാടി ചെയ്യുന്നത് ലീഗലി ഭയങ്കര അഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനത്തെ എന്തെങ്കിലും ഒരു ന്യൂസ് നടന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് കേസാവും, പണിഷാവും, അവിടുന്ന് തന്നെ പുറത്താക്കാനുള്ള എല്ലാ പരിപാടിയും ഉണ്ട്. അപ്പം നീരജ് അമ്മൂസിൻ്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ കേൾക്കുകയാണ് ഇങ്ങനൊരു സാധനം. കാരണം നീരജ് അമ്മൂസ് എന്നെ വീഡിയോയിൽ സമ്മതിക്കുന്നുണ്ട്, ഞാനിത് ചെയ്തിരുന്നു, പൈസ വാങ്ങിയില്ല എന്നാണ് ആൾ പറയുന്നത്. ഓക്കെ, അത് അവിടെ കിടക്കട്ടെ, അത് അമ്മൽ വന്ന് പറയട്ടെ. പക്ഷെ നീരജ് അമ്മൂസ് തന്നെ പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഒരു വിഷയം ചെയ്തിരുന്നു എന്നാൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു വീഡിയോയും വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്താ തോന്നുക, അതെ ഈ ഒരു വിഷയത്തിൻ്റെ ഭാഗമായിട്ട് ആൾക്കാരുടെ ജോബ് നഷ്ടപ്പെട്ടു എന്നാ പറയുക. ഇതങ്ങനെയല്ലായിരുന്നെങ്കിൽ ന്യൂസ് വന്ന അന്ന് തന്നെ നിങ്ങൾക്കൊരു സ്റ്റോറി കൂടെ പറയായിരുന്നു, ഒരു ചെറിയ ഷോർട്ട് വീഡിയോ കൂടെ പറഞ്ഞാൽ മതിയായിരുന്നു. എനിക്ക് നിങ്ങൾ ഇതൊന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് വാ തുറക്കുന്നേ ഇല്ല, നിങ്ങൾ മിണ്ടുന്നേ ഇല്ല, നിങ്ങൾ ഇന്നാ പറഞ്ഞത്. ഇനിയിപ്പോൾ ഈ ഫെബിൻ എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ ഇങ്ങനെ താങ്കളുടെ ഇതുമായി ബന്ധപ്പെട്ട വ്യക്തി ബാക്കി പ്രൂഫ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തോട്ട് വരും. അതിന് കൂടെ എനിക്ക് ഒരു ഡൗട്ടും കൂടെ ചോദിക്കുകയാണ്, തമ്മിലൊക്കെ വായിക്കാൻ എടുക്കുന്ന ഒരു എഫേർട്ടിൻ്റെ ഒരു സൈഡ് പോലെ നിങ്ങൾക്ക് ഈ ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു മെമ്മോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സൈഡിൽ ആഡ് ചെയ്യാൻ എന്തുകൊണ്ടാണ് ഒന്ന് ആഡ് ചെയ്യാത്തത്? കാരണം ഞാൻ ആ വീഡിയോൻ്റെ താഴെ ഒരുപാട് കമൻറ്റുകൾ കണ്ടു. യു എക്സ്പ്ലെയിൻ ദാറ്റ് യു ആർ അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ ഫോർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ കബഡി, ക്ലെയിമിംഗ് no income was received due to Tier 2 restriction from sports. However, England Kabaddi team Insta page posted a pic where your team holding $20,000 gift voucher, $20,000 gift voucher, also sharing care home response email screenshot. എന്തൊരു കള്ളത്തര! നിങ്ങളിപ്പോൾ എന്താ പറഞ്ഞേ, ഞാൻ ₹1 പോലും കൈപ്പറ്റിയിട്ടില്ല. നിങ്ങൾ പൈസ കൈപ്പറ്റി എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫോട്ടോ അവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ പറഞ്ഞത് നുണയല്ലേ? നടന്ന അടുത്ത കമന്റ്, ഹലോ നീരജ, ജസ്റ്റ് നീഡ് എ ക്ലാരിഫിക്കേഷൻ ഓൺ വൺ തിങ്. യു മെൻഷൻഡ് about the sport. You said you are getting trouble due to the activity with sport you have done. That's okay. What about your sister Neelima then? She also joined with you for the sport, right? Please give an honest response. അപ്പോൾ അതാ പറഞ്ഞത്, നിങ്ങൾക്ക് സ്പോർട്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂ ആണ് വന്നതെങ്കിൽ നിങ്ങളുടെ പെങ്ങൾക്കും ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂ വന്നിട്ടില്ലേ? ഫ്രണ്ടിന് മെസ്സേജ് അയച്ച് ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു സ്പോർട്സ് ആക്ടിവിറ്റി ചെയ്യുന്നതിന് കുഴപ്പമില്ല, പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് പണിഷബിളാണ്. അപ്പോൾ ഇതൊരു ഇല്ലീഗൽ തിങ് അല്ലേ, അവിടെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലേ? അത് അറിഞ്ഞിട്ട് നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്തത്? ആൻഡ് എന്തിനാണ് നിങ്ങൾ വീഡിയോയിൽ വന്നിട്ട് ഇല്ല എന്നൊരു നുണ പറഞ്ഞത്? കബഡിയുടെ കാര്യം ഇപ്പം എങ്ങനെ വന്നു? നിങ്ങൾ കബഡി കളിക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയില്ലേ സോ ഡൗട്ട്ഫുൾ? സത്യമാണ്, കുറേ കാലമായി നീരജ് അമ്മൂസ് കബഡി. ഞാൻ നീരജ് അമ്മൂസിനെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന സമയത്ത് ഞാൻ അങ്ങനത്തെ കുറേ സ്റ്റോറീസും ഹൈലൈറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. കാരണം UK ടീമിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് നമ്മളുടെ കേരളത്തെ ഒരു വുമൺ പോവാന്ന് പറഞ്ഞാൽ ഹൈലി അപ്രീഷിയേറ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതുവരെ ഇല്ലാത്ത ഒരു വിഷയം എങ്ങനെ ഇപ്പോൾ വന്നു, അതാണോ എന്താണോ എന്നുള്ളതൊക്കെ അറിയില്ല. എന്തായാലും ഇപ്പം കബഡി എന്നാണ് പറയുന്നത്. ഇനി കബഡി ആണെങ്കിൽ തന്നെ നിങ്ങളിവിടെ പൈസ വാങ്ങിയില്ലാന്നും എന്നാൽ പൈസ വാങ്ങിയെന്നും പറയുന്നുണ്ട്. അതിനിപ്പോൾ വെറുതെ ഒരു കമൻ്റ് ആണോ അറിയില്ല. എന്തൊക്കെയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു തെളിവ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങളിവിടെ കാണിക്കുകയാണെങ്കിൽ ദറ്റ്സ് എ ഗുഡ് തിങ്. തന്നെ എനിക്ക് കണ്ടിട്ട് ഇതിൽ സ്ട്രൈക്ക് ചെയ്തൊരു കമൻ്റാണ്, വിസ തട്ടിപ്പ് കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യില്ല. ഇപ്പം എന്ത് സ്പോർട്സിൽ പോയ ഒരു വിഷയം വരെ എന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്ന അനുസരിച്ച് നിങ്ങൾക്ക് പൈസ കിട്ടിയിട്ടില്ല, എന്നിട്ട് നിങ്ങൾ സ്പോർട്സിൽ പോയൊരു സാധനം വരെ എടുത്ത് വെച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഈ വിസ തട്ടിപ്പ് പോലെയുള്ള വലിയൊരു വിഷയം വന്നിട്ട് UK-കാരതൊക്കെ അങ്ങ് വിട്ടോ? ഇനി തട്ടിപ്പല്ല, അതും ഒരു ഇൻവെസ്റ്റിഗേഷനിൽ വെച്ചൂടെ? എന്റെ നാട് തന്നെയാണ്, നാടല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കൺട്രി. UK-യിൽ സെറ്റിൽഡ് ആവണം എന്ന് എനിക്ക് ഒരു പ്ലാനും ഇല്ല. വീട് വാങ്ങണം UK-യിൽ എന്ന് പറഞ്ഞതോ? അപ്പം വീട് വെറുതെ വാങ്ങി UK-യിൽ ഇടാനല്ലേ, എന്നിട്ട് നാട്ടിൽ വരുന്ന സമയത്ത് ആ വീട് സെയിൽ ചെയ്യാനായിരിക്കും. സാരല്ല, നിങ്ങൾ പറയുന്ന എല്ലാം ശരിയാണ്, നമ്മൾ പറയുമ്പോഴാണ് മുഴുവൻ തെറ്റാവുന്നത്. ഓക്കെ അങ്ങനെയൊക്കെ കാര്യങ്ങൾ വീഡിയോയിൽ പറഞ്ഞിരുന്നു, മറന്നുപോയിണ്ടാവും. ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടൊരു ഫാമിലിന്നാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ ചേച്ചിൻ്റെ കല്യാണം ഉൾപ്പെടെ എൻ്റെ 18 ലക്ഷം രൂപ വരുന്ന കോഴ്സ് ഫീസ് ഉൾപ്പെടെ ഒരു ലോൺ പോലും എടുക്കാണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. സത്യം തന്നെയാണ്, ഒരു ലോണ് പോലും എടുക്കാണ്ട് എൻ്റെ അച്ഛനമ്മയും എനിക്ക് വേണ്ടി എൻ്റെ പേരിൽ മേടിച്ച ലാൻഡ് വിറ്റ പൈസ കൊണ്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അടിപൊളി, നല്ലതാണ്, 100% നല്ലതാണ്. ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ലോൺ അടയ്ക്കണം, അത് നിങ്ങൾക്കൊരു ബാധ്യതയാവും. അപ്പോൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് സ്ഥലമുള്ള ആളാണ്, നിങ്ങൾ ഭയങ്കര ഫിനാൻഷ്യലി സ്റ്റേബിളാണ്. ഇതിൽ തന്നെ പറയുന്നുണ്ട് ചേച്ചീൻ്റെ കല്യാണവും 18 ലക്ഷം രൂപയൊക്കെ അച്ഛനും അമ്മയും എടുത്തു കൊടുത്തതാണ്, അതുകൊണ്ടാണ് ഞാൻ വന്നതെന്നൊക്കെ പറഞ്ഞാൽ ഫൈൻ. നമുക്കറിയില്ലല്ലോ നിങ്ങൾ എത്ര പ്രോപ്പർട്ടി വിറ്റു, സ്ഥലം വിറ്റു എന്നൊന്നും നമുക്കറിയില്ലല്ലോ.
അപ്പം അത്രയ്ക്ക് സാമ്പത്തിക നിലയിലുള്ള ഒരു വ്യക്തിയാണ് നീരജ് അമ്മൂസ് എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഞാൻ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്തു എന്നുള്ള സത്യമാണ്. പിന്നെ ഫസ്റ്റ് ടൈമിൽ ഞാൻ ലൈഫ് സ്റ്റൈൽ വ്ളോഗർ അല്ലായിരുന്നു. ഇൻഫർമേഷൻസ് ഒക്കെ കൊടുക്കുന്ന UK സ്റ്റുഡൻസ് ആയിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ അത്യാവശ്യം എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്തതെന്ന്. ഇപ്പം നീരജ് അമ്മൂസ് പറയുന്നത് ഞാൻ ലോണൊന്നും എടുക്കാണ്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ ആ വീഡിയോ ഇട്ടത് ഒരു ഇൻഫർമേഷൻ വീഡിയോ ആയിരുന്നു. കാരണം ആളുടെ ചാനൽ ആദ്യം ഒരു ഇൻഫർമേഷൻ ചാനലായിരുന്നു. ഇപ്പോൾ UK റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, UK വരാൻ എന്തൊക്കെ ചെയ്യണം, അങ്ങനെ ഒരു ഇൻഫർമേഷനാണ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾക്ക് ഇതിൻ്റെ പൈസയുടെ ആവശ്യമൊന്നുമില്ല, അതൊക്കെ വെറുതെ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെ വെറുതെ ഉണ്ടാക്കുന്ന ഒരു ട്രോൾ വീഡിയോ ആണ് എന്നൊക്കെയാണ് പറയുന്നത്. സമ്മതിക്കുന്നു, എല്ലാം സമ്മതിക്കുന്നു, എല്ലാമേ സമ്മതിക്കുന്നു. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാലാണല്ലോ പ്രശ്നം. നിങ്ങൾ ഇപ്പം എനിക്ക് അറിഞ്ഞിടത്തോളം ഈ ഒരു വിസേന്റെ പ്രശ്നം വന്ന സമയം മുതൽ ഈ നിമിഷം വരെ ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് തമ്മിൽ മത്സരമാണ്. ആർക്കാണ് കൂടുതൽ വ്യൂവേഴ്സ് ഉള്ളത്, ആർക്കാണ് കൂടുതൽ ഇത് കിട്ടുന്നത്. ഞാൻ പലരുടെയും പേര് പറയുന്നില്ല, എനിക്കതിന് താല്പര്യമില്ല. ബിക്കോസ് ഞാനാണെങ്കിലും ലൈക്ക് നമുക്ക് ആവശ്യം എന്താ, നമ്മുടെ വ്യൂവേഴ്സ് വേണം, നമുക്ക് ഇത് വേണം, ഓക്കെ. പക്ഷേ നിങ്ങൾ അതിൽ പറയുന്ന കാര്യം ഇത്രയും നാളെ ഞാൻ അതിനെ പ്രതികരിക്കാത്തത് ശരി. നിങ്ങൾക്ക് കുറേ വോയിസ് ഉണ്ട്, നിങ്ങൾക്ക് കുറേ തെളിവ് കിട്ടി, അത് ഇതൊക്കെ വെച്ച് നിങ്ങൾ ചെയ്യുന്നു. പക്ഷേ ഈ പോയിന്റാണ് നീരജ് അമ്മൂസ് ഇവിടെ പറയുന്നത്. നീരജ് അമ്മൂസ് എന്താ ഇനി അവിടെ പറഞ്ഞത്? നിങ്ങൾക്ക് കുറേ വോയിസ് കിട്ടി, നിങ്ങൾക്ക് കുറേ സ്ക്രീൻഷോട്ട് കിട്ടി, അതിനെ ബേസ് ചെയ്താണ് നിങ്ങൾ ഇത്രയും കാലം വീഡിയോ ഇട്ടത്. പക്ഷെ ഇപ്പം നിങ്ങൾ ഇട്ട വീഡിയോ എനിക്ക് ജോലി പോയി എന്നൊരു സാധനത്തെ മാത്രമേ റിയാക്ട് ചെയ്യുള്ളൂ. അത് തന്നെയാണ് നീരജ് അമ്മൂസ് ഞാനും ചെയ്തത്. ഞാൻ എൻ്റെ വീഡിയോയിൽ ഇല്ലാത്തൊരു കാര്യം എൻ്റെ ഇമാജിനേഷനിൽ കൂടെ കൊണ്ടുവന്ന് സംസാരിച്ചതല്ല. എനിക്ക് കിട്ടിയ സ്ക്രീൻഷോട്ടുകൾ, എനിക്ക് കിട്ടിയ വോയിസുകൾ, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ സംസാരിച്ചത്. നിങ്ങളുടെ ജോബ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതാണെങ്കിലും അതും ഈ സ്ക്രീൻഷോട്ടിനെ ബേസ് ചെയ്തിട്ടാണ്. അതിൻ്റെ കാരണം ഇപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ ലെവലിലോട്ട് നിങ്ങൾ എത്തിയല്ലോ, ആ ലെവൽ എത്തിയല്ലോ. അല്ലാണ്ട് ജോലി ഒരു പ്രശ്നവും ഇല്ലാണ്ട് പോകുമൊന്നും അല്ലായിരുന്നല്ലോ. അപ്പം അതാ പറയുന്നത്. ആൻഡ് റിയാക്ഷൻ വീഡിയോക്കാർക്ക് ഇതൊരു മത്സരമൊന്നുമല്ല. നമുക്ക് എന്ത് ടോപ്പിക് കിട്ടിയാലും നമ്മൾ ചെയ്യും. അല്ലാണ്ട് നിങ്ങളുടെ ഈ ടോപ്പിക്ക് മാത്രമല്ല, എന്നെക്കൊണ്ട് സംസാരിക്കാൻ പറ്റുന്ന, ഞാൻ സംസാരിച്ചാൽ പ്രശ്നമുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്ന എല്ലാ ടോപ്പിക്കുകളും ഞാൻ എടുക്കലുമുണ്ട്, സംസാരിക്കലുമുണ്ട്, റിയാക്ട് ചെയ്യലുമുണ്ട്. വിത്ത് റെസ്പെക്റ്റ് ആണ്. എനിക്ക് പറയേണ്ട പോയിന്റ് മാത്രമാണ് പറയുക. ഇൻഷോറിന്റെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു ജോബിന്റെ കാര്യം, എന്റെ ജോബ് പോയിട്ടില്ല, ഇപ്പോഴും ഞാൻ UK നിൽക്കുന്നത്. നീ അങ്ങനെ തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നീരജ് അമ്മൂസ് ഒരു തെറ്റും ചെയ്യാത്ത, വെറുതെ സ്പോർട്സ് കളിച്ചു പൈസ വാങ്ങിയില്ല എന്ന് നിങ്ങൾക്ക് 100% ഷുവർ ആണ്. നിങ്ങളുടെ സൈഡിൽ ഒരു തെറ്റുമില്ല. നിങ്ങൾ പൈസയെ തട്ടിച്ചിട്ടില്ല, നിങ്ങൾ സ്റ്റാറ്റസും ഇട്ടിട്ടില്ല, നിങ്ങൾ സ്റ്റോറിയും ഇട്ടിട്ടില്ല, നിങ്ങളെ വിശ്വസിച്ചിട്ട് ബാക്കിയുള്ള ആൾക്കാർ പൈസയും തന്നിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ട് ഒരു വ്യക്തി മരിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. ആ കുട്ടികൾക്ക് 10 വർഷം UK ബാൻ കിട്ടില്ല. ഇതൊന്നും നീരജ് അമ്മൂസ് ചെയ്തിട്ടില്ല. ഇതൊന്നും നീരജ് അമ്മൂസ് ചെയ്തിട്ടില്ല എന്ന് ഷുവർ ആണെങ്കിൽ നിങ്ങളുടെ ജോലി പോവില്ല, നിങ്ങൾ അടിപൊളിയായിട്ട് ജീവിക്കും. എന്തിനാ നീരജ് അമ്മൂസിന് ടെൻഷൻ? എന്തിനാ നീരജ് അമ്മൂസിന് വിഷമം? എന്തിനാ നീരജ് അമ്മൂസ് ഈ തളർന്നിരിക്കുന്നത്? നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. നിങ്ങൾ 100 to 100 പെർഫെക്റ്റ് അല്ലേ? പിന്നെന്തിനാ പ്രശ്നം? ആ കുട്ടികൾ ആർക്കോ പൈസ കൊടുത്തു, അമൽദേവിന് പൈസ കൊടുത്തിട്ട് കുട്ടികളുടെ വിസ പോയതാ. യു ആർ കറക്റ്റ്, യു ഡൂ. താങ്കൾ ഒരു മിസ്റ്റേക്കും ചെയ്തിട്ടില്ല. പിന്നെന്താണ് പ്രശ്നം? എടാ, ഇത്രയൊക്കെ നമ്മൾ ന്യായീകരിച്ചാലും എനിക്ക് കൂടുതൽ പറയാനില്ല. എത്രയൊക്കെ വേണമെങ്കിലും നിങ്ങൾ ന്യായീകരിച്ചോ, എന്തൊക്കെ കുറ്റങ്ങൾ വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞോ. കർമ്മ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് മുകളിൽ. കർമ്മ എന്ന് പറയുന്ന ഒരു സാധനം. ഇത്രയും കുട്ടികളുടെ കണ്ണീര് സത്യമാണെങ്കിൽ, ഇത്രയും കുട്ടികൾക്ക് നഷ്ടപ്പെട്ട പൈസ സത്യമാണെങ്കിൽ, അതിൽ നിങ്ങൾക്ക് 1% പങ്കുണ്ടെങ്കിലും അതിനുള്ള നിങ്ങൾ അനുഭവിച്ചിരിക്കും. ഇനിയെങ്കിലും ചെയ്ത തെറ്റ് സമ്മതിക്കും, ന്യായീകരിക്കല്ലേ. നിങ്ങളിപ്പോഴും നിങ്ങളുടെ ബാക്കിയുള്ള കാര്യവുമായി ബന്ധപ്പെട്ടിട്ട് അമലിനെ കുറ്റം പറയുകയാണ്, അതിൻ്റെ അപ്പുറത്തുള്ള എന്താ ഇപ്പോൾ ഈ തമ്മിലിട്ടവരെ കുറ്റം പറയുന്നു, അല്ലെ വീഡിയോ ചെയ്ത ആൾക്കാരെ നിങ്ങൾ കുറ്റം പറയുന്നു. അത് വലിയൊരു കുറ്റമായിട്ട്, അത് വലിയൊരു അപരാധമായിട്ടൊക്കെ നിങ്ങളെടുത്ത് സംസാരിക്കണ്ടല്ലോ. സംസാരിച്ചു, ഒരു കുഴപ്പമില്ല. റെസ്പെക്റ്റ് ചെയ്ത് കേട്ട് നിന്ന് തന്നെ ഞാൻ പറയുന്നു. നിങ്ങൾ നിങ്ങളുടെ സൈഡും കൂടെ ഒന്ന് നോക്കണോ. മറ്റൊരാളുടെ ഒരു തെറ്റ് ചൂണ്ടുന്നതിന് മുമ്പ് ബാക്കി 3 വിരൽ നിങ്ങളുടെ സൈഡിലോട്ടാണ് പോകുന്നത്. ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കുക. ആ കുട്ടികളുടെ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കുക. ഒരു കുട്ടീൻ്റെ അച്ഛനാണ് മരിച്ചിട്ടുള്ളത്, അതിനൊരു തീരുമാനം ഉണ്ടാക്കുക. ഇൻവെസ്റ്റിഗേഷൻ്റെ കാര്യമൊക്കെ ഒന്ന് സെറ്റാക്കുക. അതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സംസാരിക്കുക. ഇതിൽ തന്നെ ഞാൻ ഈ വീഡിയോ ഇന്നിപ്പോൾ ഞാൻ എൻ്റെ സിസ്റ്ററുടെ ഫോണിൽ ജസ്റ്റ് ഒരു 5 മിനിറ്റ് നോക്കിയ സമയം ഞാൻ കണ്ടൊരു കമൻ്റ് ഉണ്ട്. വെറുതെ ഓരോന്ന് പറഞ്ഞ് ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ടാന്ന്. കാരണം
ഇതിനൊക്കെ എഗെയിൻസ്റ്റ് വരും വീഡിയോ. നിങ്ങൾ ഈ പറഞ്ഞ നുണയാണെങ്കിൽ ഇതിന് എഗെയിൻസ്റ്റ് നാളെയും മറ്റന്നാളൊക്കെ കണ്ടന്റ് വരും. അപ്പം ആ കണ്ടന്റ് എടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ തെറ്റുകാരി. ഒരു ബോബി 7232 എന്ന് പറയുന്ന ഒരു ആളുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു കമൻറ്റ് ഞാൻ കണ്ടു, മിണ്ടാതിരുന്നാൽ ചിലപ്പോൾ രക്ഷപ്പെടുമെന്ന്. അതിന് ഒരുപാട് ലൈക്ക് വന്നിട്ടുണ്ട് കേട്ടോ. 37 മിനിറ്റ്സ് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ലൈക്ക് കിട്ടിയിട്ടുണ്ട്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ കുഴി നിങ്ങളായിട്ട് വെറുതെ തോണ്ടരുത്. നോക്കാം, നാളെയും മറ്റന്നാളായിട്ട് കബഡി കളിച്ചതിൻ്റെ പേരിലുള്ള ഇൻവെസ്റ്റിഗേഷൻ്റെ ഒക്കെ എന്തൊക്കെ കാര്യങ്ങൾ പുറത്തു വരുന്നു. സോ ഞാൻ പോവുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ.